ഹലോ ഗേസ് ടി കെ ഡി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ഒരു നാടൻ താറാവ് കറിയാണ്. അതായത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 കിലോയും പിന്നെ 250 ഗ്രാമും കൂടെ, അതായത് 1.25 കിലോ നാടൻ താറാവ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതന്നേരം നമുക്കിനി നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. താറാവ് നമ്മളൊരു 3-4 ട്രിപ്പെങ്കിലും നല്ലപോലെ കഴുകണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഉപ്പും പിന്നെ വിനാഗിരിയും കൂടെ ചേർത്ത് കഴുകുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ആ ചേറ് ചൊവയൊക്കെ ഒന്ന് നമുക്കൊന്ന് മാറി കിട്ടും കേട്ടോ. വിനാഗിരി ഇല്ലെങ്കിൽ പോലും നല്ലപോലെ ഉപ്പിട്ട് നല്ലപോലെ ഞെവിടി കഴുകി കഴിഞ്ഞാൽ ആ ചേറും ആ ഒരു വാടക സ്മെല്ലൊക്കെ നമുക്കൊന്ന് പോയി കിട്ടും. അങ്ങനെ വേണ്ട നമ്മൾ 3-4 ട്രിപ്പ് നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ കഴുകിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ പണ്ട് തൊട്ടേ നാടൻ താറാവുകറിയോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. പണ്ടും ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. എന്നാൽ പിന്നെ ഇന്നെന്നാ താറാവൊക്കെ മേടിച്ചങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ താറാവൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താറാവ് ഒന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ. അതിന് നമ്മൾ ആദ്യമേ പാത്രമൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ തീയൊക്കെ കത്തിച്ചു. ഇനി നമുക്ക് ഈ താറാവ് അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കുന്നൊന്നുമില്ല, കാരണം നോർമലി താറാവിൻ്റെ നല്ലപോലെ വെള്ളം കാണും കേട്ടോ. അപ്പോൾ ആ വെള്ളം കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. അതിന് മുന്നേ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടണം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഉപ്പും കൂടി ഇടാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം കേട്ടോ. അതിനുശേഷം എല്ലാം കൂടെ നല്ലപോലെ ഇളക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു നാരങ്ങ പീസ് കൂടെ, നാരങ്ങയുടെ പിഴിഞ്ഞൊഴിക്കണം. അതാകുമ്പോൾ കുറച്ച് പുളിയും കാര്യങ്ങളൊക്കെ കിട്ടും, ഇച്ചിരി ടേസ്റ്റിന് വ്യത്യാസവും വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നാരങ്ങ നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നത്. ഇനി നമുക്കതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി നല്ലപോലെ നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. നല്ലപോലെ ഇരുന്ന് വേവട്ടെ. ഇപ്പം ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് ഓപ്പണാക്കി നോക്കാം വെന്തോ ഇല്ലയോ എന്നുള്ളത്. എന്തുമായാലും വെള്ളം നമ്മൾ ഒട്ടും ഒഴിച്ചില്ല. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഇറച്ചിയിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി നോക്കാം എന്തുവായെന്നുള്ളത് നോക്കാം. ഇപ്പോൾ എന്തായാലും ഒരു കുറച്ചുകൂടെ വേവാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ച് വെക്കാം. എന്തായാലും ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം എന്തായെന്നുള്ളത്. ഇപ്പം നമ്മുടെ താറാവ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെള്ളമൊക്കെ അത്യാവശ്യം പറ്റിയിട്ട് നല്ലപോലെ വെന്ത് നല്ല അടിപൊളി ആയിട്ടുണ്ട് എന്തായാലും. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലൂടെ നമുക്കൊന്ന് മാറ്റി വെക്കാം എന്തായാലും. നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം നമ്മൾ ഈ മസാല ചേർക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി സമയം നമുക്ക് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ലപോലെ വെന്ത് കിട്ടും. അതും ടേസ്റ്റും നല്ലപോലെ കൂടുതലായി കിട്ടും നമുക്ക്. അങ്ങനെ നമ്മൾ വേവിച്ച ഇറച്ചിയൊക്കെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ വേവിച്ച ആ പാത്രം തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കും. 1 ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ അത് നല്ലപോലെ ഒന്ന് മൂപ്പിക്കാം. വെളിച്ചെണ്ണയ്ക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇറച്ചിക്കറിക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുള്ളി, 1/2 കിലോ ചെറുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. കരിയാപ്പില, പിന്നെ 2 സവാള, തേങ്ങാക്കൊത്ത്, പിന്നെ 2 തക്കാളി, 5 പച്ചമുളക്, പിന്നെ 2 ഉരുളൻകിഴങ്ങ് എല്ലാവരും ഇടില്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് താറാവ് കറിക്കകത്തും കോഴിക്കറിക്കകത്തും ഒക്കെ ഉരുളൻകിഴങ്ങ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്ത് കറി വെച്ചാലും ഞാൻ അതിൻ്റെ ഉരുളൻകിഴങ്ങ് എടുക്കും. അതൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. അങ്ങനെ നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് അത് നല്ലപോലെ മൂപ്പിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ഒരു 4-5 വറ്റൽമുളക് കൂടെ നമുക്ക് ആ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതുകൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം നമുക്ക്. അതിനുശേഷം ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുള്ളി, നമുക്ക് ആദ്യമേ ചെറുള്ളി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറുള്ളി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യമേ ചെറുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറുള്ളി ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂത്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ സവാളയും കൂടെ, അത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അന്നേരം ഏകദേശം നമ്മുടെ സവാളയും ചെറുള്ളി എല്ലാം കൂടെ നല്ലപോലെ വഴറ്റിയിട്ടിട്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യമേ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വറുത്ത സമയത്ത്, അതായത് വേവിച്ച സമയത്ത്. ഇനി നമുക്ക് ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പിന്നെ കറിയെല്ലാം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അന്നേരം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങും കൂടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ ഉരുളൻകിഴങ്ങും സവാള എല്ലാം കൂടെ നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ തക്കാളി മാത്രമേ ഉള്ളൂ. ആ തക്കാളിയും കൂടെ നമുക്ക് ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. അന്നേരം തക്കാളി നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കറിവേപ്പില, അതുപോലെ തന്നെ നമുക്ക് ഒരു സാധനം നമ്മൾ ഇട്ടില്ലായിരുന്നു കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടെ, അതുകൂടെ നമുക്കിപ്പം ഇട്ട് കൊടുക്കാം. അങ്ങനെ അതെല്ലാം കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി നല്ല സെറ്റായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം എല്ലാം കൂടെ നല്ലപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമേ ഇറച്ചിക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ 1/2 ടീസ്പൂണ് ഇട്ടാൽ മതി. അന്നേരം അതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. പൊടി ഐറ്റംസ് നമ്മൾ 3 ടീസ്പൂണ് മല്ലിപ്പൊടി ആദ്യമേ നമ്മൾ ഇട്ട് കൊടുക്കുക. ടീസ്പൂൺ എന്ന് പറയുമ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ എടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് കറക്റ്റ് മസാല നമുക്ക് ഇതായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ 3 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2.5 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ. മുളക് പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ എരിയുടെ ഇതനുസരിച്ച് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതലിട്ടോ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അത് രണ്ടും കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. അന്നേരം ഇപ്പോൾ അത് രണ്ടും കൂടെ നല്ലപോലെ നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഒത്തിരി ചേർക്കണ്ട കേട്ടോ, നമ്മൾ ഇപ്പോൾ ഇത് കറിയായിട്ടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഗരം മസാല ഒരു 1.5 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി നമുക്കതെല്ലാം കൂടെ ഒന്നുകൂടെ നല്ലപോലെ ഇളക്കാവുന്ന. അങ്ങനെ അതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി ഇപ്പം നമ്മുടെ മസാലയും നമ്മുടെ ഉള്ളിയും ചെറുള്ളിയും സവാളയും എല്ലാം കൂടെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ മസാല ഇറച്ചിയെ പിടിക്കത്തക്ക രീതിയിൽ അതെല്ലാം കൂടെ മിക്സ് ആക്കി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാവുന്ന. അന്നേരം നമ്മുടെ ഇറച്ചി മസാല എല്ലാം കൂടെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചാറ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചോ. എനിക്കെന്തായാലും അത്യാവശ്യം ചാറ് വേണം, ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാലും കുറച്ച് ചാറായിട്ട് വെക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടുതലായിട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കത് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കിനി ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോഴത്തേക്കിന് ഏകദേശം നല്ലപോലെ തിളച്ച് നല്ല സെറ്റാവും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അടച്ചു വെക്കാം എന്തായാലും. അന്നേരം ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഓപ്പൺ ആക്കി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഹവ അടിപൊളി, എന്നിട്ട് തറവരയ്ക്ക് തിളച്ച് മറിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ. ഇപ്പം കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൊടുത്ത് നോക്കാം, കാരണം ഉപ്പ് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പുണ്ടോ ഇല്ലയോ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്തായാലും ഉപ്പ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 ടീസ്പൂണ് ഉപ്പ് കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ ഇളക്കി ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഇപ്പം കറി സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തായാലും ഉപ്പിട്ടല്ലേ, അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ അടച്ചു വെക്കാവുന്ന. ഇനി എന്തായാലും നമുക്കൊന്ന് കറി തുറന്ന് നോക്കാം. നമ്മുടെ താറാവ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് ചേർക്കാനോ എടുക്കാനോ ഒന്നുമില്ല. എല്ലാം നല്ല തിളച്ച് മറിഞ്ഞ് നല്ല പീസും അതുപോലെ നമ്മുടെ മസാല എല്ലാം കൂടെ സെറ്റായിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ താറാവ് കറി കിട്ടുമായിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നിങ്ങൾ എന്തുമായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടും, അത് 100% ഉറപ്പാണ്. ഇനി നമുക്ക് കുറച്ച് കരിയാപ്പിലൂടെ കൂടത്തിയിട്ട് കൊടുക്കണം, കുറച്ച് ടേസ്റ്റ് കിട്ടാനൊക്കെ ഉണ്ട്. വലിയ താമസമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ ആർക്ക് വേണേലും ഉണ്ടാക്കാവുന്ന നാടൻ രീതിയിലുള്ള താറാവ് കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അന്നേരം എല്ലാവർക്കും ബൈ.